ദിവസമൊക്കെ ആയിട്ട് കുറച്ച് വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പച്ചരി നന്നായി കഴുകിയിട്ട് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മുടെ പച്ചരി റെഡി ആയിട്ടുണ്ട്. അത് മിക്സിയിലോട്ട് ഇട്ടിട്ട് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് നാളികേരവും 1/2 ഗ്ലാസ് ചോറും പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത ശേഷം അതിലോട്ട് ഒരു നുള്ളുപ്പും പിന്നെ ഏലക്കായയുടെ തൊലി കളഞ്ഞിട്ട് ആ കുരു നന്നായി ചതച്ചതും പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചത്. അതൊക്കെ ചേർത്തിട്ട് കുക്കറിലാണ് പൊന്തി വരാൻ വേണ്ടി മാവ് വെച്ചേക്കണം. ഒരു 5-6 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മാവ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതേ തട്ടിൽ തന്നെയാണ് കേട്ടോ ഞാൻ വട്ടയപ്പം ഉണ്ടാക്കണത്. അതിൽ നെയ്യ് തടവിട്ട് നമ്മുടെ മാവ് കോരി ഒഴിക്കുകയാണ്. ഇന്ത്യയിൽ ആ ഉള്ളിൽ വെക്കുന്ന വലിയ തട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതാണ് ഇഡ്ഡലി തട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. എന്നിട്ട് ഒരു അലങ്കാരത്തിനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മേലെ കൂടെ വെച്ച് അത് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ വീരുക്കുട്ട വന്നിട്ട് ആയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ ബർത്ത്ഡേ ആണെന്നാണ് വീരുക്കുട്ടൻ പറയണേ. അങ്ങനെ വട്ടയപ്പമൊക്കെ എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിതായ കാരണം കാണാൻ നല്ല രസമായിരുന്നു, കഴിക്കാനും അടിപൊളിയായിട്ടുണ്ട്.